ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഏവരും കാത്തിരിക്കുന്ന സിനിമയാണ് കൽക്കി. 600 കോടി ബഡ്ജറ്റിൽ വരുന്ന കൽക്കി 2898 AD എന്ന സിനിമ. അപ്പം ആ ഒരു സിനിമയിൽ ഏറ്റവും നമ്മൾ മലയാളികൾ ഉറ്റുനോക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, ദുൽഖർ സൽമാൻ ഉണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനകത്തൊരു റൂമർ വന്നിരുന്നു ശക്തമായിട്ട്, കൽക്കിയായിട്ട് എത്തുന്നത് ദുൽഖർ ആണോ എന്നുള്ളത്. ഇന്ന് അതിന് കുറച്ചും കൂടെ സ്ഥിരീകരണം വന്നിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ പല സൈറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതിൻ്റെ അപ്ഡേറ്റുകൾ. നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു ഇതിനകത്തിലെ പ്രമുഖ താരങ്ങൾ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, പ്രഭാസ്, രാണ ദഗപതി, കമലഹാസൻ തുടങ്ങിയവരാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പുതിയതായി അപ്ഡേറ്റ് വന്നിരിക്കുന്നു, ദുൽഖർ സൽമാനും കാസ്റ്റിനകത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് ഇതിൻ്റെ കേരള വിതരണം ദുൽഖർ സൽമാൻ്റെ വേഫെയറർ സിനിമാസ് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുന്നു, തുടക്കം മുതലേ നമുക്കുണ്ടായിരുന്ന ഒരു സംശയം ഇത് തന്നെയാണ്. ഈ ഒരു സിനിമ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴായി കേരളത്തിൽ കാണാത്ത ദുൽഖർ എവിടെ പോകുന്നു സിനിമകളില്ലാതെ എന്നുള്ളത്. വളരെ അധികം നിശബ്ദമായിട്ട് ആരും അറിയാതെ കൽക്കിയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. എന്താണേലും ഇപ്പോൾ വരുന്ന വിദേശ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ദുൽഖർ സൽമാൻ ഇതിനകത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പല തിയേറ്ററുകാരും അദ്ദേഹം പരശുരാമനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്താണെങ്കിലും കൽക്കിയായി എത്തുന്നത് ദുൽഖർ ആണോ എന്നുള്ളത് നമുക്ക് കാണാം. എന്താണെങ്കിലും ദുൽഖറിൻ്റെ സാന്നിധ്യം ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറയും ഉറപ്പായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു വിരുന്നായിരിക്കും. 600 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ആദ്യ ദിനം തന്നെ ഒരു പക്ഷേ 500 കോടിക്ക് മുകളിലേക്ക് കളക്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. നാഗാശ്വിനാണ് ഡയറക്റ്റ് ചെയ്യുന്ന. കാത്തിരിക്കാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ദുൽഖർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു കമൻസിലൂടെ പറയാം. താങ്ക് യു ബ്രോസ്.